ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മൺഡേ ഈവനിങ്ങാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ മേലെ ടെറസിലൊക്കെ ഇതുപോലെ കുറച്ച് ചീരയൊക്കെ കൊണ്ട് ഞാൻ തണ്ടൊക്കെ ഒടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇലകളൊക്കെ പരുവായപ്പോഴത്തേനും ഒന്ന് പറിച്ചെടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. ഒരുപാട് ലേറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ അതിൽ ചെറിയ ഹോൾസൊക്കെ വീണിട്ടുണ്ട്. പുഴുക്കൾ എന്തോ കഴിച്ചതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടാവശ്യത്തിനായതുകൊണ്ട് തന്നെ നമ്മൾ വേറെ വളങ്ങളൊന്നും ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്കിത് പറിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ നമുക്ക് എന്തായാലും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാനിത് ശരിക്കും എല്ലാത്തിലും ഒന്നും നട്ടിട്ടില്ലായിരുന്നു. 1-2 പോട്ടിൽ മാത്രമാണ് ഞാനിതിൻ്റെ തണ്ട് കൊണ്ടുവന്ന് ഒടിച്ച് കുത്തി വെച്ചത്. പക്ഷേ ബാക്കിയുള്ള എല്ലാത്തിലും അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ വളർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തം നമുക്ക് ഇത്രയും കിട്ടി. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബാൽക്കണിയിലും കുറച്ച് ചീര ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ചീര വെക്കുന്നത്. വളരെ കുറച്ചാണ് ഉള്ളതെങ്കിലും അത് കാണുമ്പോഴത്തേനും ഒരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. പിന്നെ ഞാൻ മേലേക്ക് വന്നപ്പോഴത്തേനും കുറച്ച് പച്ചമുളകുണ്ടല്ലോ, അതിൻ്റെ വറ്റൽ മുളകില്ലേ, അതിൻ്റെ വിത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ അതും കൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്നിങ്ങനെ മണ്ണിലേക്ക് താഴ്ത്തി വെച്ചിട്ടുണ്ട്. വളരെയോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. ഇപ്പോൾ എന്തായാലും മഴയൊക്കെ തുടങ്ങിയതുകൊണ്ട് എന്തായാലും വളർന്ന് കിട്ടാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൽ നിന്ന് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. നമ്മൾ ചീര കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഹസ്ബൻഡ് ഓഫീസിൽ പോയിരുന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ഈവനിങ് ടൈമിൽ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളിക്കാണ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത്, ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അന്നും ഇതുപോലെ വെട്ടിയെടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ആളാണ് ഹാപ്പി ആയിട്ട് ഇരുന്നത്. പക്ഷേ അന്ന് സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ എല്ലാം എടുത്തു. പിന്നെ ഞാൻ ഇതിനകത്തുനിന്ന് എല്ലാ ചീരയും പൊട്ടിച്ചിട്ടില്ല കേട്ടോ, കുറച്ചൊക്കെ അതിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു തോരന് വേണ്ടിയിട്ടുള്ളത് കിട്ടും. ഇതൊക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമാണ്. നമ്മൾ നമ്മുടെ പറമ്പിൽ അല്ലെങ്കിൽ നമുക്കുള്ള സൗകര്യത്തിൽ കുറച്ച് ചെടിയെങ്കിലും വെച്ച് നട്ട് പിടിപ്പിച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണല്ലേ. പിന്നെ ഞാൻ തേഴ്സ്ഡേ ആണ് വീഡിയോ എടുത്തിട്ടുള്ളത്. രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ കുളിച്ച് ഒന്ന് കോലമൊക്കെ ഒന്ന് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തലേ ദിവസം, അതായത് ബുധനാഴ്ച വൈകുന്നേരം തന്നെ ഞാൻ ഒന്ന് അടിച്ച് വാരി തൂത്ത് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വെള്ളി, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലാണ് ഞാൻ രാവിലെ വിളക്ക് കൊളുത്തുന്നത്. അപ്പോൾ വ്യാഴാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ശരിയായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും. ഞങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോകാറുണ്ട്, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. അപ്പോൾ നെയ്വിളക്ക് വയ്ക്കാനാണ് മെയിനായിട്ടും ഞങ്ങൾ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ പോകാൻ പറ്റാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മഴയോ കാരണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ വിളക്ക് വയ്ക്കും. 5 തിരിയിട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇതുപോലെ 4 തിരിയിട്ട് 2 സൈഡിലായിട്ട് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിനുള്ളിലൊരു വല്ലാത്തൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കേട്ടോ. ഡെയിലി നമുക്ക് വിളക്ക് വയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഇതുപോലെ നെയ്യ് ഒഴിച്ച് വിളക്ക് കത്തിക്കുന്നത് വിശേഷമാണ്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് നെയ്യ് മാറ്റി വെച്ചേക്കണം. പിന്നെ നമ്മുടെ പൂജാ റൂമിൽ തന്നെ വെച്ചേക്കണം. പിന്നെ രാവിലെ തന്നെ ഞാൻ ലക്ഷ്മി സഹസ്രനാമം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമമൊക്കെ വെച്ചേക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലെ ലളിതാ സഹസ്രനാമമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ ഒരു ദിവസം തുടങ്ങുമ്പോഴത്തേനും ഉണ്ടാകുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് അത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഞാൻ മാക്സിമം പൂക്കൾ കൊണ്ട് എല്ലാ ഫോട്ടോസും ഒന്ന് അലങ്കരിക്കാറുണ്ട്. പിന്നെ മഞ്ഞളും കുങ്കുമവും തൊടുന്നതാണ് ഏറ്റവും ഉത്തമം. ഞാൻ ശരിക്കും മറന്നു പോയതായിരുന്നു കേട്ടോ. പിന്നെ ഇതിനിടയിൽ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആമിയെ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സോയാബീൻ കൊണ്ടുള്ള മീൽ മേക്കർ കൊണ്ടിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ വ്യാഴാഴ്ച ദിവസം, വെള്ളി, ചൊവ്വ ദിവസങ്ങളിൽ മാക്സിമം ഞാൻ നോൺ വെജ് കുക്ക് ചെയ്യാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും വ്യാഴാഴ്ച ദിവസം ഞാൻ ഒരിക്കലും നോൺ വെജ് എടുക്കത്തില്ല കേട്ടോ. മാക്സിമം ഞാൻ നോൺ വെജ് എടുക്കാതിരിക്കാനാണ് നോക്കുന്നത്. കാരണം രാവിലെ വിളക്കൊക്കെ കൊളുത്തുന്നുണ്ടല്ലേ. പിന്നെ ഇത് സോയാബീൻസിൻ്റെ പയറാണ്. ഞാനതൊന്ന് വെള്ളത്തിൽ
ബോക്സിലിട്ടേക്കുവാണ് നൈറ്റ് നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെയിലി രാവിലെയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ആമി സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാനിതുപോലെ തുണികൾ കഴുകാനായിട്ട് ഇട്ടേക്കും. അപ്പോൾ എല്ലാ ദിവസവും തുണി കഴുകത്തില്ല കേട്ടോ, 2 ദിവസത്തിലൊരിക്കലാണ് മെഷീനിലിട്ട് കഴുകുന്നത്. ആമിയുടെ യൂണിഫോം ആണെങ്കിൽ ഞാൻ അല്ലാതെ കൈകൊണ്ട് തന്നെ സോപ്പ് പൗഡറിൽ മുക്കി വെച്ചിട്ട് കഴുകുകയാണ് ചെയ്യുന്നത്. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഉഷാറായിട്ട് ഈ പണികളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അപ്പോൾ ഉള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യുന്നതാണല്ലോ നല്ലത്. പിന്നെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പല ആളുകളോടും നമ്മൾ ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ കാണിക്കുമല്ലേ. നമുക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നമ്മളോട് സ്നേഹം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പലരോടും നമ്മൾ പല കാര്യങ്ങളും പറയുകയും അതുപോലെ തന്നെ നമ്മൾ അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യും. പക്ഷേ ഒരിക്കലും അവർക്ക് നമ്മളോട് അങ്ങനെ ഒരു സ്നേഹമോ കരുതലോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പല ആളുകളെയും ഞാൻ അങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിലും പലരും അവസരത്തിനനുസരിച്ച് നമ്മളെ തള്ളിക്കളയുകയും അങ്ങനെയൊക്കെ മാറ്റി നിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ എത്രത്തോളം ഫേക്കായിട്ടുള്ള വ്യക്തിയാണെന്നുള്ളത്. അപ്പോൾ എന്നെപ്പോലുള്ള പല വീട്ടമ്മമാർക്കും ഇതുപോലെ പണി കിട്ടിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ പിന്നീട് പഠിച്ചൊരു പാഠമെന്ന് പറയുന്നത്, ഇനിയിപ്പോൾ അവർ നമ്മളടുത്ത് ഇതുപോലെ എപ്പോഴെങ്കിലും തിരിച്ചു വരുമല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അവരെക്കുറിച്ച് നമ്മൾ ഓൾറെഡി അറിഞ്ഞ കാര്യമാണ്. അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അവർ ഈ ഒരു ക്യാരക്ടറാണ്. നമ്മൾ അത്രയും ആത്മാർത്ഥത കാണിച്ചിട്ടും അവർ നമ്മളോട് തിരിച്ച് ഈ രീതിയിൽ പെരുമാറിയത് കൊണ്ട് തന്നെ അവരോട് നമ്മൾ പിന്നീട് അധികമായിട്ട് പഴയ പോലെ അങ്ങോട്ട് മിണ്ടാനായിട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ഓൾറെഡി നമുക്കൊരു അനുഭവം കിട്ടിയതാണ്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഭവം കിട്ടിയാലും പഠിക്കാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് മനഃപൂർവ്വമായിട്ട് അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് അകലം പാലിക്കാറുണ്ട്. എന്തെങ്കിലും ചോദിച്ചാൽ എന്താണ് അതിനുള്ള മറുപടി മാത്രമാണ് പറയുന്നത്, അല്ലാതെ ഞാനായിട്ട് അങ്ങോട്ട് പോയിട്ട് മിണ്ടാനോ അല്ലെങ്കിൽ പഴയതുപോലെ കാര്യമായിട്ട് സംസാരിക്കാനോ അങ്ങനെയൊന്നും നിൽക്കാറില്ല. അത് പല അനുഭവത്തിലൂടെയും ഞാനിപ്പോൾ പഠിച്ചതാണ്. ഇപ്പോൾ റീസെൻ്റായിട്ടും എനിക്കങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുള്ളതാണ്. പിന്നെ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും നമ്മൾ പലരിൽ നിന്നും പലത് എക്സ്പെക്റ്റ് ചെയ്യും അല്ലേ. അവരങ്ങനെ ആയിരിക്കണം, ഇവരിങ്ങനെ ആയിരിക്കണം, നമ്മൾ പെരുമാറുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന അതേ സ്നേഹം നമുക്ക് തിരിച്ച് കിട്ടണമെന്ന്. അവിടെയാണ് നമുക്കൊക്കെ മിസ്റ്റേക്ക് പറ്റുന്നത്. എന്തിനാണല്ലേ, നമുക്കതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ നമുക്ക് പിന്നെ മറ്റുള്ളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടത്തില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ആ ഒരു നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അവരുമായിട്ട് വീണ്ടും സഹകരിക്കണമെന്നോ അല്ലെങ്കിൽ അവരുമായിട്ട് കൂടുതൽ അടുക്കണമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അവരിൽ നിന്ന് അങ്ങനെ ഒരു റെസ്പോൺസ് ഇല്ലാതിരിക്കുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാണല്ലേ അതിനെക്കുറിച്ച് ചിന്തിക്കാനും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മനഃപൂർവ്വമായിട്ട് അകലം പാലിച്ചിട്ടുള്ള കുറച്ച് വ്യക്തികളുണ്ട് എൻ്റെ ലൈഫിൽ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കൂടെ, പ്രത്യേകിച്ച് സുഹൃത്തുക്കളെന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ കൂടെ നിൽക്കും എന്ന് കാണിച്ചുകൊണ്ട് സമയം കിട്ടുമ്പോഴത്തേനും നമ്മളെ ഒഴിവാക്കുക, അല്ലെങ്കിൽ നമ്മളൊരു നല്ല കാര്യം തുടങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ നമ്മളെ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ കൂടെ അവർ കാണുമെന്ന് വിചാരിക്കൂലേ. അപ്പോൾ അങ്ങനെ ആ ഒരു നമ്മൾ വളരാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ദുഃഖത്തിൽ കൂടെ നിൽക്കാത്ത പല സുഹൃത്തുക്കളും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കാം. പിന്നെ എല്ലാവരും പറയുന്ന ഒരു എക്സ്ക്യൂസ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഹോം മേക്കറാണ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ബിസിയാണ്, എനിക്ക് സമയമില്ല എന്നുള്ള പേരിലും പല ആൾക്കാരും ഒഴിഞ്ഞു മാറുന്നതായിട്ട് ഞാനും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എത്രയൊക്കെ സമയം ഉണ്ടെന്ന് പറഞ്ഞാലും സമയം നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് 1 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാനായിട്ട് പറ്റത്തില്ലേ. നമ്മളിൽ എത്ര പേരുണ്ട് രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ഒരു ഗുഡ് മോർണിംഗ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് പറയുന്നത്, അല്ലെങ്കിൽ വേണ്ട നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് വിടുന്ന എത്ര പേരുണ്ട്. അപ്പോൾ ആർക്കും സമയമില്ല അല്ലെങ്കിൽ ബിസിയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കാത്ത ആളുകളാണ് എല്ലാവരും, ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ആളുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രം തന്നെയാണ് വലുത്. മറ്റുള്ളവരുടെ ഫീലിങ്സിനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസിനോ ഒന്നും വാല്യൂ കൊടുക്കാത്ത മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളും അതുപോലെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ നമ്മുടെ സ്വഭാവത്തിലും കൊണ്ടുവരണം. നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലൊന്നും മാറാനായിട്ട്. പക്ഷേ കാലത്തിനനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണല്ലേ. അപ്പോൾ ഞാനും
ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് അങ്ങനെയുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ. പിന്നെ മാത്രമല്ല, നമ്മളെ വേണ്ടാത്തവരെ എന്തിനല്ലേ നമ്മൾ വീണ്ടും വീണ്ടും പുറകെ നടന്ന് അങ്ങനെ ഒരു നല്ലൊരു ബന്ധം കൊണ്ടുപോകാനായിട്ട് നമ്മൾ നോക്കുന്നത്. അതിൻ്റെയൊന്നും ഒരു ആവശ്യമില്ല. പിന്നെ നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്തെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ, ഉണ്ടാവാതിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ട്ണർ, നമ്മുടെ ഹസ്ബൻഡോ മറ്റോ ഉണ്ടായിരുന്നാൽ മതി. അത് തന്നെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഭാഗ്യവതിയാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തരുന്നൊരു സപ്പോർട്ട് അത്ര വലുതാണ്. ഞാനൊരു വിഷമത്തിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ വിഷമിച്ചിരിക്കുക അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് ഓക്കെ അല്ല എന്ന് അറിയുമ്പോഴത്തേനും ആദ്യം കണ്ടുപിടിക്കുന്ന ആൾ എൻ്റെ ഹസ്ബൻഡാണ്. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനോടും എനിക്ക് കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും. അപ്പോൾ അവർ ഏത് സമയത്ത് ഫ്രീ ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മളെ കേട്ടിരിക്കാനായിട്ട് ഒരാളെങ്കിലും ഉണ്ട്. അപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന ഒന്നോ രണ്ടോ പേരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ പുണ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ ജീവിതത്തിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഒഴിവാക്കുന്നതായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുകയാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്ന് നമ്മൾ വിചാരിച്ച പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് നമ്മൾ വിചാരിച്ച പോലുള്ളൊരിത് കിട്ടിയില്ല എന്ന് അങ്ങനെ ഒരു നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറണം കേട്ടോ. കാരണം നമ്മൾ പിന്നെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് യാചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് നമ്മുടേതായ എന്തൊക്കെ കാര്യങ്ങളുണ്ടല്ലേ, നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ബിസി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്ത് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. ആദ്യമൊക്കെ കുറച്ച് വിഷമം ഉണ്ടാവുമെങ്കിലും പിന്നീട് നമുക്കത് യൂസ്ഡ് ആകുമ്പോഴത്തേനും ശരിയായിക്കോളും. പിന്നെ നമുക്കിതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നത്തില്ല. അപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനിടയിൽ നമ്മുടെ രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ടെറസിൻ്റെ മേലേക്ക് വന്നിട്ട് നമ്മുടെ തുണികളൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹസ്ബൻഡും കൂടി എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ ഞാനിന്നിപ്പോൾ ഈ മൺഡേ രാവിലെയാണ് വീഡിയോ ചെയ്യുന്നത്. ശരിക്കും ആമിക്ക് സുഖമില്ലാതെ ഇരിക്കുകയാണ്. ഞാനിന്ന് വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്നലെയും മെനങ്ങാന്നും ഒന്നും വോയിസ് കൊടുക്കാനോ ഒന്നിനും പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഭയങ്കര മഴയാണ് ഇവിടെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത ദിവസം നല്ല വെയിലായിരുന്നു. പിന്നെ നമ്മുടെ ബാൽക്കണിയിലെ ഈ ചെടികളിലുണ്ടല്ലോ ഞാൻ ഈ പൂക്കൾ ഇട്ടേക്കുന്നത്, നമ്മുടെ പൂജാ റൂമിൽ വെക്കുന്ന പൂക്കളില്ലേ, അത് ഞാനിപ്പോൾ രാവിലെ വെക്കുന്ന പൂക്കളാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും എടുത്ത് മാറ്റും കേട്ടോ. ഇതുപോലെ നമ്മുടെ ചെടികളിലാണ് കൊണ്ടുവന്ന് ആ വെള്ളത്തോടു കൂടി ഒഴിക്കാറുള്ളത്. ഇങ്ങനത്തെ പൂക്കൾ നമ്മൾ പൂജാ ഷെൽഫിൽ വയ്ക്കുന്ന പൂക്കളൊന്നും ചവിട്ടി മെതിക്കാനായിട്ട് പാടില്ല. നമ്മൾ അതുപോലെ തന്നെ ഒരു ബൗളിൽ ചെറിയൊരു ബൗളിനകത്ത് നമ്മൾ കല്ലുപ്പ് ഇട്ട് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കല്ലുപ്പ് ഇട്ട് വെക്കുന്നത് നല്ലതാണ്. എന്നിട്ട് നെക്സ്റ്റ് വെള്ളിയാഴ്ച ആകുമ്പോഴത്തേനും നമ്മളത് മാറ്റണം. വളരെ ഉത്തമമാണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും പോകുമെന്നാണ് പറയുന്നത്. ഞാനത് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ, മുടങ്ങാതെ. അപ്പോൾ അതും ഇതുപോലെ ആ ഉപ്പും ഇതുപോലെ ഡിസ്പോസ് ചെയ്യുന്നത് ഒന്നുകിൽ വാഷ് ബേസിനിൽ കളയണം, ഇല്ലയെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ചവിട്ടാത്ത ഭാഗത്ത് ഇതുപോലെ കൊണ്ടുവന്ന് ഒഴുക്കി കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാഷ് ബേസിൽ ഒഴിച്ച് കളയുന്നതാണ് ഏറ്റവും ഉത്തമം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ഇതുപോലെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നേ. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു സോഫ സെക്ഷനിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കുറേ നാളായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിരുന്നതാണ്. ഞാൻ കുറച്ച് ഷാമ്പൂവിൽ ഈ പൂക്കൾ ഇട്ട് വെച്ചിട്ടാണ് ടെറസിൻ്റെ മേലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തുണികളൊക്കെ കഴുകിയിട്ട് വന്നപ്പോഴത്തേനും നന്നായിട്ട് തന്നെ ഇതൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തുണിയിലുള്ള പൂക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴുകാനും ഈസി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് ഷാമ്പൂവിലിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തണലുള്ളൊരു ഭാഗത്താണ് ഇത് വെക്കേണ്ടത് കേട്ടോ. നല്ല വെയിലുള്ള സ്ഥലത്തൊന്നും കൊണ്ടുവയ്ക്കാനായിട്ട് പാടില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഉണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് ഷാമ്പൂവിൽ കുറച്ച് ബക്കറ്റിൽ ഇത്തിരി അധികം തന്നെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പൂക്കളിട്ട് വെച്ചിരുന്നാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനത് ഡ്രൈ ആക്കാനായിട്ട് തണലുള്ള ഭാഗത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാൽക്കണിയുടെ സൈഡിലാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിക്കുന്നുണ്ട്. സോയാ ബിരിയാണിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ കഴിക്കുന്നുണ്ട് ഞാനും ഹസ്ബൻഡ്. അപ്പോൾ ഹസ്ബൻഡിന് ഇപ്പോൾ ഈ ഒരു വീക്കിൽ ഓഫീസിൽ പോകണ്ട, പുള്ളി ഇപ്പോൾ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വീക്ക് മുതൽ നൈറ്റ് ഷിഫ്റ്റാണ്, ഓഫീസിൽ പോകും. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേനും പിന്നെ അത് കഴിഞ്ഞിട്ട് ആമി വന്നു കേട്ടോ. വൈകുന്നേരം ഒരു 4 മണിയായപ്പോഴത്തേനും അവളെത്തി. അതിനുശേഷം നമ്മുടെ പൂക്കളൊക്കെ കൊണ്ടുവന്ന് ഞാനത് സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്.
എല്ലാ പൂക്കളും ഞാനിതുപോലെ നന്നായിട്ട് ഡ്രൈ ആക്കി നിഴലിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്തിട്ട് കൊണ്ടുവന്ന് അതാത് സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇനിയും കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് എനിക്ക് മേടിക്കണമെന്നുണ്ട്. ഇതൊരു 3-4 വർഷമായിട്ടുള്ളതാണ് കേട്ടോ. ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നന്നായിട്ടൊന്ന് കഴുകി എടുത്താൽ ഇതുപോലെ 6 മാസത്തിലൊരിക്കലൊക്കെയാണ് ഞാൻ കഴുകുന്നത്. എപ്പോഴും കഴുകാറില്ല കേട്ടോ. അഴുക്കാകുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഇതുപോലെ ഒരു 6 മാസത്തിലൊരിക്കലൊന്ന് കഴുകി എടുത്താൽ നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഇങ്ങനെ ഒക്കെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സമയം കിട്ടുന്നതിനനുസരിച്ച് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.